السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا مولانا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وأصحابه وأزواجه وذرياته وأهل بيته وسلم تسليما كثيرا كثيرا عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك. أما بعد، بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله المولانا العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിർസ, ഈ പിർസത്തുക്കും അനുസരണ ഇത്തിബാഗു ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പിർസ ഉണ്ടാവിടെ, ഇവിടെ പിർസ കിർഫ ഇതെല്ലാം ഉണ്ടാവിടെ. കൽബിയുടെ അടിത്തട്ടിൽ കൽബിലുണ്ടാവുന്നത് പിർസ ഉണ്ടാവും. ഇത്തിബാവോ അത് കർമാനുഷ്ഠ, അതാക്കാട്ടോ. അതുകൊണ്ട് പിന്നെ ഇത്തിബാഗ് പിർസ എന്നിട്ട് പാടും, പിർസ ഇല്ലാണ്ട് പാടും. ഇത്തിബാഗ് പിർസ എന്നിട്ട് പാടും, പിർസ ഇല്ലാണ്ട് പാടല്ലേ ഇത്തിബാഗ്. അക്കട ചെന്ന പോലെ അക്കട മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ എത്രയോ ആള് ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്ന ആൾ. അങ്ങനെ കൂട്ടത്തിലെ അള്ളാഹുവിൻ്റെ റസൂല് കപ്പട്ട വിശ്വാസങ്ങളെ പരിശുദ്ധ ഖുർആന് വേർതിരിക്കണല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ നിന്നങ്ങ ഇത്തിബാഗ് മാത്ര അള്ളാഹുടെ ഹുബ്ബുൻ നബി, അതായത് അള്ളാഹുടെ പിരിസാണ്ടായിട്ടെങ്കിൽ, അള്ളാഹുൻ്റെ റസൂലിൻ്റെ പിരിസാണ്ടായിട്ടെങ്കിൽ ഒരു കറാത്ത് കൂടി ആക്കാത്ത. അങ്ങനെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മുനാഫിക്ക് എന്ന് ചെല്ലാൻ നരകത്ത് അടിത്തട്ടില്ലങ്ങ എന്നല്ല അള്ളാഹു ചെല്ലാൻ. അതുകൊണ്ട് പിർസ വേറെ, ഇത്തിബാഗ് വേറെ. സുന്നത്തായ എല്ലാ കാര്യത്തിൽ വേണമെങ്കിൽ റിയായിത്തി വിനായിത്തി ഉണ്ട്. അതിന് പിർസത്തെ വിഷയത്തിൽ എന്തോ ഒരു അണുടത്തര വിനായിത്തി ഇല്ലേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അപ്പട്ട വിശ്വസിച്ചും കൊണ്ട് ആറാട്ട് മുസ്ലിമായിട്ട് അപ്പം അതേ ക്ഷണത്തിൽ, അതേ സെക്കൻഡിൽ ഒരാൾ മരിച്ചു പോയി എന്താവടും, സ്വർഗവാസിയാവടും. എന്തുകൊണ്ടു? അതിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹുബ്ബു, അള്ളാഹുൻ്റെ റസൂലിൻ്റെ അങ്ങേറ്റം പിർസ വെച്ചിട്ട്. എങ്ങനെ? അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആ വിശ്വസിക്കുന്ന രീതിയിൽ വിശ്വസിച്ചുകൊണ്ട്, പരമ ഗൗരവാദരം നൽകിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എന്തില്ല, ഈമാനിൽ ഒരു അണുടത്തരം എന്തില്ല, ചുറ്റിയില്ല. ആ ഗൗരവത്ത് എന്തില്ല, ചുറ്റിയില്ല. അതുകൊണ്ട് എന്തായിട്ട് അയാൾ സ്വർഗവാസിയായിട്ട് അതേ സ്ഥാനത്തിൽ ഒരുപാടിലും ഇത്തിപാട് ഖജാനമേ ഉണ്ട്. എന്നിട്ട് എന്തായിട്ട് ഖജാന എന്നിട്ടും ആ ഗൗരവാധാര ചെന്നെങ്കിൽ താലീമുഖ ധക്യാണ് ഉണ്ടായിട്ടെങ്കിൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ താലീം ബഹുമാനിക്കുന്നതിക്ക് ധക്യം വന്നിട്ടെങ്കിൽ അള്ളാഹു എന്താ അങ്ങനെ മുനാഫിക്കും ചെന്ന കാഫിരണ്ടും കൂടി ചെന്ന. അതുകൊണ്ട് അള്ളാഹുൻ്റെ റസൂലിനോടുള്ള പിർസത വെറും ഇത്തിബാ മാത്രമല്ല, കൽബുടെ അടിത്തട്ടിലുള്ള പിർസ. അതുകൊണ്ട് പിർസത്ത് വലിയ മഹത്വ. അള്ളാഹുൻ്റെ റസൂലിനെ പിർസ വയ്ക്കാത്ത ഒരൊറ്റ സൃഷ്ടിങ്, അള്ളാഹുൻ്റെ സൃഷ്ടിങ്ങിലെല്ലാം പിർസ വെച്ചിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്. എല്ലാം നോക്കർ സംഭവം ചരിത്രം നോക്കർ. മദീന പള്ളിയിൽ അള്ളാഹുൻ്റെ റസൂല് ഖുതുബ ഓതുന്ന മിമ്പർ ഈത്തപ്പലത്തോ അരമ്പരി ഈത്തപ്പലത്തോ മരത്തിലാക്കി ഒരു മിമ്പറിൽ നിന്നിട്ടായി അള്ളാഹുൻ്റെ റസൂൽ ഖുതുബ ഓതിണ്ടിരുന്നു. ഒരു അൻസാരി സ്വഹാബി നല്ലൊരു പുതിയൊരു മിമ്പർ എന്താക്കിയിട്ട് പള്ളിക്ക് ഹദിയ ആക്കിയിട്ട്. അപ്പോൾ പല മിമ്പർ അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബക്കൊണ്ടു അത് അപ്പുറം വെച്ചിട്ട് ബേക്കും പുതിയ മിമ്പറിനെ റെഡിയാക്കിയിട്ട്. അങ്ങനെ പുതിയ മിമ്പറിൽ അള്ളാഹുൻ്റെ റസൂൽ ഒരു 4 മിമ്പർ പറ്റിയ ഖുതുബ ഓതിയിട്ടുണ്ട്. അപ്പോൾ ആ ബുൽപ്പ് കേൾക്കട്ടെ. എന്തൊരു ബുൽപ്പ്, പെത്തങ്ങളെ നമ്പത് പോലത്തെ പെണ്ണുങ്ങളെ ബുൽപ്പ്, അല്ലെങ്കിൽ ചെറിയ ഇപ്പം കിടാടും ഇപ്പോൾ പെത്ത് മൂന്ന് കിടാട് പോലത്തെ ബുൽപ്പ് കേട്ടിട്ടുണ്ട്. ധാരാളം ബുൽപ്പ് കേൾക്കട്ടെ. അങ്ങനെ അള്ളാഹുൻ്റെ ഖുതുബെല്ലാം ഞാൻ ആക്കിയിട്ട് നിസ്കാരം ചെയ്തിട്ട് ഇത് ഇവിടെ എന്ന് നോക്കുമ്പോൾ അത് കണ്ടിട്ട് പലയോ 2-3 മിമ്പറിൻ്റെ ആ മിമ്പർ അപ്പോൾ അവിടെ ഇട്ടുന്നാറല്ലേ, അത് ബുൽപ്പിടറോ. അത്
മുൽപ്പെട്ടു. അങ്ങനെ അള്ളാഹുൻ്റെ റസൂൽ മുട്ട പോയിട്ട് സ്വഹാബകളെല്ലാം പോയാരെല്ലാം നോക്കിയിട്ടുള്ള സ്വഹാബകൾ അങ്ങനെ അള്ളാഹുൻ്റെ റസൂൽ അതിനെ എടുത്ത് പിടിച്ചിട്ട് എതിരെ ആ മിമ്പറിൻ്റെ ആ മരത്തെ ഇന്നതിരെ മിമ്പറിനെ പിടിച്ചിട്ട് അറങ്ങി പിടിച്ചിട്ട് അള്ളാഹുൻ്റെ റസൂൽ പിടിച്ചിട്ട് അത് പലക്ക വരെ തുടങ്ങിയിട്ട് അത് അള്ളാഹുൻ്റെ റസൂൽ മോചിച്ചാത്ത് അത് പലക്ക പറഞ്ഞിട്ട് യാ റസൂലല്ലാഹ് നന്നെ നിങ്ങൾ വറവാറ എപ്പം നന്നെ എന്താക്കിയത് സ്പർശിച്ചുകൊണ്ടിരുന്നാറ് അതുകൊണ്ട് നക്ക് ബറാബര് സന്തോലെന്ത് യാ മുത്തു റസൂലുള്ള ഇപ്പം നിങ്ങൾ ദർശനവും ഇല്ല സ്പർശനവും ഇല്ല അതുകൊണ്ട് നക്ക് സഹിക്കുക എന്നിട്ടില്ല യാ മുത്തു റസൂലുള്ള നിങ്ങളെ വിട്ടിട്ടിക്കോണം ഇതല്ലേ അതിനത്ര വലിയ കേട് അതിനകത്ത് ഹതഭാഗ്യം നാണ് ആയിപ്പോയല്ലേ എന്ന് നാനും മുൽപ്പിടുറോ എന്ന് ചൊല്ലാറ് ആ നിർജീവിയായോ ആ മിമ്പർ ഈത്തപ്പലത്തോ മരത്തോ മിമ്പർ പല മിമ്പർ ചെന്നിട്ടുള്ളൂ ആരോട്ട് ചെന്നിട്ടുള്ളൂ അള്ളാഹുൻ്റെ റസൂലുണ്ട് സുബ്ഹാനല്ലാ. അപ്പോൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ അടുത്ത് ആ മിമ്പറിട്ടു നീನು മുന്നത്തെ പോലെ ഈത്തപ്പലത്തെ മറ ആവിടെങ്കിൽ ಅದಕ್ಕೆ വേണി അവകാശം ഉണ്ടാവാം. അതല്ലാണ്ട് നീನು സ്വർഗത്തെ മറ ആവുക ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആവാം ഏത് നിൽക്ക് വേണം ചെന്നി ചെല്ല് എന്ന് ചെന്നപ്പോൾ അത് ചെന്ന് ഞാൻ നിങ്ങളൊട്ടിಗೆ സ്വർഗത്തിലേക്കൊരു നബിയേ അതുകൊണ്ട് സ്വർഗത്തെ മറ ആവുക ഞാൻ ഇഷ്ടപ്പെടുറേ എന്ന് ചെന്ന് അപ്പോൾ ചെന്ന് ആಯ್ತು നിങ്ങൾ ಸ್ವರ್ಗത്തിಲಿಕ್ಕ എന്ന് മരത്തോട് ചെന്ന് ആ മരത്തിൻ്റെ പീസിലെടുത്തിട്ട് സ്വഹാബകൾക്ക് ചെന്ന് നിങ്ങൾ ഇതിലെ ദഫൻ ಹಾಕೋರು നിങ്ങൾ ഇതിലെ ദഫൻ ಹಾಕೋರು അങ്ങനെ ദഫൻ ആക്കി ആ സ്വഹാബകൾ ഇതിലെല്ലാം ചെന്ന് നാലെങ്കാലം അതിൽ അരങ്ങി പിടിച്ചിട്ടെങ്കാലും സമാധാനമാക്കിയോ അല്ലാണ്ടായിട്ടെങ്കിൽ ഖിയാമന്നാൾ ഇസ്രാഫിൽ കൊമ്പൂതിര കാലത്തോളം നണ്ട ಬಿಟ್ಟಿಟ್ಟು ಬೇರೆ ಐತಲ್ಲದು ನನ್ನ ಸ್ಪರ್ಶನ ದರ್ಶನ ಇಲ್ಲಾಂಟೈತಲ್ಲೇ അതുകൊണ്ട് ആ ദുഃഖത്തിലത് ഖിയാമന്നാൾ ബുൽപ്പിട്ടുണ്ടേ കാത്ത് ചെല്ലാറ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് അതത് ഹൽക്കി വരില്ല അനഫ്യോദന ദർശമിതാത് കലിമാത് നിർജീവിയായോ ಅದಕ್ಕೆ പോലും പിരിസാറിട്ടു അള്ളാഹുൻ്റെ റസൂലുണ്ട് സുബ്ഹാനല്ലാഹ് പടച്ചവനെ ഞങ്ങൾ അങ്ങേറ്റം പിരിസവിച്ചിട്ടില്ല അള്ളാഹ് എത്ര മിറ്റി അള്ളാഹുൻ്റെ റസൂൽ പിരിസവിച്ചേക്ക് ഞങ്ങൾ മിറ്റിയില്ല അതുകൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ അങ്ങേറ്റം പിരിസവിക്കുള്ള എല്ലാ കഴിവും ശക്തിയും എന്തെല്ലാം നിങ്ങൾ ആവശ്യപ്പെടുത്തവനെ നമ്മൾ നല്ല ബുദ്ധി കുരുടിയായ പാർട്ടിയല്ലേ അതുകൊണ്ട് ധാരാളം ബുദ്ധിയാലാക്കി നിന്നുകൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ അങ്ങേറ്റം പിരിസവിക്കുന്നു യാവതാക്കുക അള്ളാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി